പറയേണ്ട ആവശ്യമില്ല. സൗബിനിക്ക് ഏറ്റവും വലിയ ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ സൗബിനിക്ക് ഇങ്ങനെ ഒരു റോൾ കിട്ടിയത്. അയ്യോ സൗബിന് ഗംഭീര ക്യാരക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഞാൻ ലോകേഷ് കനകരാജിന് സൂപ്പർ മാസ് സാധനം. ഓ ആ അത് തന്നെ കറക്റ്റ്. രജനി വേറൊരു നമ്മൾ ഇതുവരെ കണ്ട രീതിയല്ല, രജനി വേറൊരു മാസ്. ബേസിക്കലി എനിക്ക് വളരെ നന്നായി തോന്നി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഗംഭീരമായിട്ട്. എന്ന് വെച്ചാൽ എല്ലാ ഫോർമലി അതിനകത്തുണ്ട്. ഒരു ജയിലർ പോലത്തെ പാക്കേജ് അല്ല, എനിക്കത് ഫീൽ ചെയ്ത് കൂടുതലൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു തട്ടുപൊളിപ്പൻ ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മുഹൂർത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ രജനി സാർ പടത്തിൽ പ്രതീക്ഷിക്കുന്ന കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡാണ്. പക്ഷെ ആസ് ഐ സെഡ് ലോകേഷ് സ്റ്റൈലുള്ള ഒരു സാധനങ്ങളാണ് കൂടുതൽ. ഒരു ജയിലർ സ്റ്റൈൽ അല്ല, ഈ പറഞ്ഞ പോലെ ഒരു വെസ്റ്റേൺ എലമെന്റ് സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് പടം വർക്കായി. അത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ചിരുന്ന ചിരിയും അദ്ദേഹത്തിന്റെ സ്വാഗും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ മ്യൂസിക് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക്. പക്ഷേ ഇപ്പൊ ജയിലറിലൊക്കെയാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തിന്റെ മ്യൂസിക്, എസ്പെഷ്യലി ഇന്റർവെൽ പച്ചിലൊക്കെ ഉള്ള സാധനം കൂടുതൽ. ഇതിലെനിക്ക് അങ്ങനെ ഒരു ഇടയ്ക്ക് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇമോഷൻസ് ഒക്കെ ടുവേർഡ്സ് എ ക്ലൈമാക്സ് ആക്ഷൻ ഏരിയയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു രസമുള്ള ട്രീറ്റ്മെന്റ് ആയി തോന്നി. അയ്യോ സൗബിന് ഗംഭീര ക്യാരക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പ് ആവും. അതിങ്ങനെ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു സാധനം. അത് കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്പോയിലർ ആവാനും പാടില്ല. പറയേണ്ട ആവശ്യമില്ല. സൗബിനിക്ക് ഏറ്റവും വലിയ ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ സൗബിനിക്ക് ഇങ്ങനെ ഒരു റോൾ കിട്ടിയത്. പറയാൻ പാടില്ല, പറഞ്ഞാൽ അതിന്റെ രസം ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ട സിനിമയിൽ ഇങ്ങനെ ഒരു വില്ലനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല. സൗബിൻ ഇസ് ബ്ലെസ്ഡ് ആക്ച്വലി. അടിപൊളിയാ, പറയേണ്ട ആവശ്യമുണ്ടോ? നമ്പർ 1. ഇപ്പോ നമുക്ക് എത്രയോ മേഖലയുണ്ട്, എത്രയോ ഫീൽഡുണ്ട്. എല്ലാവർക്കും നമ്പർ 1 പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ. അത്ലീറ്റ് ആയാലും ശരി, ഏത് ഫീൽഡായാലും ശരി, ഒരു കാലഘട്ടം. പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല. 50 years നമ്പർ 1. ഇതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ബഹുമാനം തോന്നും. രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കുറേ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മലയാളം ആർട്ടിസ്റ്റ്. അടിപൊളി. അനിരുദ്ധ് പറയേണ്ട ആവശ്യം. അനിരുദ്ധ് രജനി സാറുടെ റിലേറ്റീവ് ആണ്. അതിനേക്കാളും ഏറ്റവും വലിയ ഫാനാണ് അനിരുദ്ധ്. ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത്.